ഇടുക്കി രാജകുമാരി മുരിക്കുംതൊട്ടിക്ക് സമീപമുണ്ടായ ഇരുചക്ര വാഹന അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. പൂപ്പാറ കോളനി സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മരിച്ചത്. ബൈക്കിലുണ്ടായിരുന്ന മറ്റ് 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. അപകടത്തിന്റെ കാരണം അജ്ഞാത വാഹനം ഇടിച്ചതാണോ അതോ ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണോ എന്നതിലൊക്കെ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. രാജക്കാട് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി മുരിക്കുംതൊട്ടി ആപ്കോസിന് സമീപത്താണ് അപകടമുണ്ടാകുന്നത്. കുരുവിള സിറ്റി ഭാഗത്ത് നിന്നും പൂപ്പാറയിലേക്ക് 3 യുവാക്കൾ സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്നയുടൻ പൂപ്പാറ ഭാഗത്തു നിന്നുമെത്തിയ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് പരിക്കേറ്റവരെ രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് വിദഗ്ധ ചികിത്സയ്ക്കായി ഇവരെ തമിഴ്നാട്ടിലെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. എന്നാൽ തലക്കേറ്റ ഗുരുതരമായ പരിക്കിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായ അബ്ദുൾ റഹ്മാൻ ഇന്നലെ രാത്രി 11:30 മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പൂപ്പാറ എസ്റ്റേറ്റ് HML ലൈസൻസിൽ താമസിക്കുന്ന തിലങ്കറുടെ മകൻ വിശ്വ തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന പൂപ്പാറ സ്വദേശി ധന്യയുടെ മകൻ ആൽബിൻ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിന്റെ പുറകിൽ അജ്ഞാത കാർ വന്നിടിച്ച ശേഷം നിർത്താതെ പോയതാണെന്ന് യുവാക്കളുടെ മാതാപിതാക്കൾക്ക് സംശയം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിലേക്ക് മറിഞ്ഞതാണോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിൽ രാജാക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. മുരിക്കുംതൊട്ടി ഭാഗത്തെയും സമീപത്തെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അപകട സമയത്ത് കടന്നുപോയ വാഹനങ്ങളെ കണ്ടെത്താനുള്ള ഊർജിതമായ അന്വേഷണത്തിലാണ് പോലീസ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.